നമസ്കാരം. പി എസ് സി ട്രിക്സിൻ്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. അതുപോലെ തന്നെ നമ്മുടെ പി എസ് സി ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സ് വീഡിയോസും ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. അപ്പോൾ രണ്ട് കാര്യത്തിനും ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ ക്ഷമാപണം നടത്തട്ടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡെയിലി കറണ്ട് അഫയേഴ്സ് നമുക്ക് കടക്കാം. 6/5/2025 കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ HMPV വൈറസ് കേസ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? അത് ബംഗളൂരുവാണ്. എവിടെയാണ്? ബാംഗ്ലൂരാണ് അല്ലേ? ബംഗളൂരു. ഇന്ത്യയിലെ ആദ്യത്തെ HMPV വൈറസ്, ഇന്ത്യയിലെ ആദ്യത്തെ HMPV വൈറസ് കേസ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? അത് ബാംഗ്ലൂരാണ് അല്ലേ? ബംഗളൂരുവാണ്. ഓക്കെ ലേടാ? യെസ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024-25 ബോർഡർ ഗവാസ്കർ ട്രോഫി വിജയ് കിരീടം നേടിയതാരാണ്? അത് ഓസ്ട്രേലിയയാണ്. ഇതാണ് ഓസ്ട്രേലിയ. 2024-25 ബോർഡർ ഗവാസ്കർ ട്രോഫി വിജയ കിരീടം നേടിയത് ആരാണ്? അത് ഓസ്ട്രേലിയ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ HMPV വൈറസ് കേസ് റിപ്പോർട്ട് ചെയ്തത് അത് ബംഗളൂരുവാണ്. 2024-25 ബോർഡർ ഗവാസ്കർ ട്രോഫി വിജയ കിരീടം നേടിയതാരാണ്? അത് ഓസ്ട്രേലിയ. ഓക്കെ ലേടാ? ഇനി 2025 പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ച മലയാളി വ്യവസായിയാണ് രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ. ആരാണ്? രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ. 2025 പ്രവാസി ഭാരതീയ പുരസ്കാരം, 2025 പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ച മലയാളി വ്യവസായിയാണ് രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ. ഓർത്തിരിക്കുക, ആരാണ്? രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ. ഓക്കെ അല്ലേ? ഇനി പ്രവാസികൾക്ക് ജോലി നൽകുന്ന സ്ഥാപനങ്ങൾക്ക് അവർക്ക് നൽകുന്ന ശമ്പളത്തിൻ്റെ ഒരു വിഹിതം സർക്കാർ വഹിക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ഇത്. NAML നെയിം അല്ലേ? നോർക്ക അസിസ്റ്റന്റ് ആൻഡ് എന്താണ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെന്റ് എന്നാണ്. NAME എന്താണ്? നോർക്ക അസിസ്റ്റഡ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് എന്നാണ് നെയിമിൻ്റെ NAMൻ്റെ പൂർണ്ണരൂപം. ഓക്കെ അല്ലേ? ഇനി 2025 മുതുകുളം പാർവതിയമ്മ ട്രസ്റ്റിൻ്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കൂട്ടുകാരെ? അത് സുധാമേനോനാണ്. ആർക്കാണ്? സുധാമേനോൻ. 2025 മുതുകുളം പാർവതിയമ്മ ട്രസ്റ്റിൻ്റെ എന്താണ്? 2025 മുതുകുളം പാർവതിയമ്മ ട്രസ്റ്റിൻ്റെ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സുധാമേനോൻ. ഓക്കെ ലേടാ? യെസ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, US-ന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരത്തിന് അർഹരായവരുടെ എണ്ണം എത്രയാണ്? അത് 14. എത്രയാണ്? 14. US-ന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരത്തിന് അർഹരായവർ എത്രയാണ്? 14 പേർക്കാണ് എന്ത് കിട്ടിയത്? പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം. ഇതാണ് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റ്സിൽ കേരളത്തിന് വേണ്ടി ആദ്യ മെഡൽ നേടിയത് ആരാണ്? അത് സുലൈമ നീലോഹർ എന്നാണ്. സുലൈമ നീലോഹർ. ഏത് ഇനത്തിലാണ്? ഹാമർ ത്രോയിലാണ് അല്ലേ? ഹാമർ ത്രോ. എന്താണ്? ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിൽ കേരളത്തിന് വേണ്ടി ആദ്യ മെഡൽ നേടിയത് എന്നാണ്? സുഹൈമ നീലോഹർ. ഇത് ഹാമർ ത്രോ എന്നാണ്. ഹാമർ ത്രോ. ഓക്കെ അല്ലേ? ഇനി പഞ്ചായത്തുകളിലെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഓൺലൈനായി നൽകുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആണ് സങ്കേതം. എന്താണ്? സങ്കേതം. പഞ്ചായത്തുകളിലെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഓൺലൈനായി നൽകുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആണ് ഇത് കൂട്ടുകാരെ, സങ്കേതം. ഇതാണ് സങ്കേതം. ഓക്കെ അല്ലേ? ഇനി ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 2025 അവതാരകയാണ് ഏത്? ആരടാ? അതാണ് നമ്മുടെ നിക്കി ഗ്ലേസർ. എന്താണ്? നിക്കി ഗ്ലേസർ. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. ഓക്കെ അല്ലേ? ഇനി അടുത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഇമ്പോർട്ടൻ്റ്? 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര നൃത്ത രൂപങ്ങൾ ഏതൊക്കെയാണ്? അത് പണിയ നൃത്തം, പാലിയ നൃത്തം, ഇരുള നൃത്തം, മലയപ്പുലയ ആട്ടം, മംഗലം കളി എന്നിവയാണ്. ഓർത്തിരിക്കുക,
63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര നൃത്ത രൂപങ്ങൾ ഏതൊക്കെയാണ്? അത് പണിയ നൃത്തം, പാല്യ നൃത്തം, ഇരുള നൃത്തം, മലയപ്പുലയ ആട്ടം, മംഗലം കളി. ഓക്കെ അല്ലേടാ? ഇനി നെക്സ്റ്റ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈട് ലഭിച്ച മുബാറക് അൽ കബീർ പുരസ്കാരം ഏത് രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയാണ്? അത് കുവൈത്ത്. ഇതിൻ്റെയാണ്, കുവൈത്തിൻ്റെതാണ് അല്ലേ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈട് ലഭിച്ച മുബാറക് അൽ കബീർ പുരസ്കാരം ഏത് രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയാണ് കൂട്ടുകാരെ? കുവൈത്ത്. ഇതാണ് കുവൈത്ത്. ഓക്കെ അല്ലേ? ഇനി ആഭ്യന്തര വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ ലഭ്യമാക്കുന്ന ഇന്ത്യയിലെ അടുത്ത എയർലൈൻ ഏതാണ്? അത് എയർ ഇന്ത്യ അല്ലേ. നമ്മൾ 2 ദിവസമായിട്ട് ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇത്തരത്തിൽ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് എന്താണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ആ റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഈ റിപ്പീറ്റേഷനാണ് കൂടുതൽ എന്താണ് നിങ്ങളെ പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാളി കാർട്ടൂണിസ്റ്റാണ് ജോർജ് കുമ്പനാട്, MV ജോർജ് അല്ലെങ്കിൽ ജോർജ് കുമ്പനാട്. 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാളി കാർട്ടൂണിസ്റ്റാണ് ജോർജ് കുമ്പനാട്. ഉപ്പായി മാപ്പിള എന്ന പ്രസിദ്ധ കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ച കാർട്ടൂണിസ്റ്റാണ് ആര്? ജോർജ് കുമ്പനാട്. ഉപ്പായി മാപ്പിള ഓർത്തിരിക്കണേ, ഉപ്പായി മാപ്പിള. ഓക്കെ അല്ലേ? ഇനി ക്യാൻസർ ചികിത്സയ്ക്കായി കുത്തിവെക്കാവുന്ന ഹൈഡ്രോജൽ വികസിപ്പിച്ചെടുത്തത് ഏതാണ്? IIT ഗുവാഹത്തി ആൻഡ് ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത. എന്താണ്? ക്യാൻസർ ചികിത്സയ്ക്കായി കുത്തിവെക്കാവുന്ന ഹൈഡ്രോജൽ വികസിപ്പിച്ചെടുത്തത് IIT ഗുവാഹത്തി ആൻഡ് ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത. ഓക്കെ അല്ലേടാ? ഇനി സ്വീഡിഷ് അക്കാദമി ഓഫ് മോഷൻ പിക്ചർ അവാർഡിൽ മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരം ലഭിച്ച മലയാളിയായ വേണു നായർ സംവിധാനം ചെയ്ത ഡോക്യുമെൻ്ററിയാണ് ഏത്? ആത്മാവിൻ്റെ സങ്കേതങ്ങൾ, കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ. ഇതാണ് സ്വീഡിഷ് അക്കാദമി ഓഫ് മോഷൻ പിക്ചർ അവാർഡിൽ മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരം ലഭിച്ച മലയാളിയായ വേണു നായർ സംവിധാനം ചെയ്ത ഡോക്യുമെൻ്ററിയാണ് ആത്മാവിൻ്റെ സങ്കേതങ്ങൾ, കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്നത്. ഓക്കെ അല്ലേ? ഇനി ചന്തുബി ഫെസ്റ്റിവൽ നമ്മൾ ചർച്ച ചെയ്തല്ലേ. ചന്തുബി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? അത് അസമാണ്. ഇതാണ് അസം. ചന്തുബി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം അസമാണ്. ഓക്കെ അല്ലേ? ഈ 2024 ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണ്? 2024 ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹരായവർ എന്താണ്? അർമാൻഡോ കൊളോസോ എന്താണ് ഫുട്ബോൾ താരമാണ്. S മുരളീധരൻ ബാഡ്മിൻ്റൺ. എന്താണ്? അർമാൻഡോ കൊളോസോ ഫുട്ബോൾ താരം. 2024 ദ്രോണാചാര്യ പുരസ്കാരത്തിന് അർഹരായവരെ അർമാൻഡോ കൊളോസോ ഫുട്ബോള്, S മുരളീധരൻ ബാഡ്മിൻ്റൺ. ഓക്കെ അല്ലേ? ഈ 2024 രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരത്തിന് അർഹരായവർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയാണ്. എന്താണ്? 2024 രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരത്തിന് അർഹമായത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയാണ്. ഓക്കെ അല്ലേ? ഇനി 2024 മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി ജേതാക്കൾ എന്താണ്? ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി. ഏതാണ്? ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി. 2024 മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി ജേതാക്കൾ ആരാണ്? അത് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയാണ്. ഈ 2024 ദ്രോണാചാര്യ അവാർഡിന് അർഹരായവർ സുഭാഷ് റാണ പാരാഷൂട്ടിംഗ് ആണ്, ദീപാലി ദേശ്പാണ്ഡെ ഷൂട്ടിംഗ്, സന്ദീപ് സഗ്വാൻ എന്നാണ് ഹോക്കി അല്ലേ. നേരത്തെ പറയുന്നത് എന്താണ്? ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരമാണ്. ഇത് 2024 ദ്രോണാചാര്യ അവാർഡ് 2024 ദ്രോണാചാര്യ അവാർഡിന് അർഹരായവർ ആരൊക്കെയാണ്? സുഭാഷ് റാണ പാരാഷൂട്ടിംഗ്, ദീപാലി ദേശ്പാണ്ഡെ ഷൂട്ടിംഗ്, സന്ദീപ് സഗ്വാൻ ഹോക്കി. 2024 അർജുന ആജീവനാന്ത പുരസ്കാര ജേതാവ് സുജാ സിംഗ് അത്ലറ്റിക്സ്, മുരളീകാന്ത്, രാജാറാം പേത്കർ പാരാ സ്വിമ്മിംഗ് എന്നിവരാണ്. ഇനി ഖേൽരത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണ്? അത് D കുകേഷ് ആണ് കേട്ടോ. ഖേൽരത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം D കുകേഷ് ആണ്. ഓക്കെ അല്ലേ? ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ അല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, സീ യു.